നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാനിന്ന് പറയുന്ന വിഷയം വേഴഗ്രഹത്തിന്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. വേഴഗ്രഹം രാശി മാറുന്നു. സാധാരണ വേഴം ഒരു വർഷം ഒരു രാശിയിൽ നിൽക്കണ്ടേ, എന്നാൽ വേഴം ഇപ്പോൾ ഈ 2 മാസത്തിനുള്ളിൽ തന്നെ വേഴം 2 രാശി മാറി നിന്നു. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാം. അപ്പൊ വേഴം ഇപ്പൊ വീണ്ടും മിഥുനൻ രാശിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി 6 മാസം വേഴം ഈ മിഥുനൻ രാശിയിൽ ഉണ്ടാവും. അതായത് ജൂൺ 2026 ജൂൺ 2 ശേഷം വേഴം വീണ്ടും രാശി മാറും. ഇപ്പൊ മിഥുനൻ രാശിയിലേക്ക് നിൽക്കുന്ന വേഴം വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് ജൂൺ 2 ശേഷം വേഴം രാശി മാറുന്നതാണ്. അങ്ങനെ വേഴത്തിന്റെ ഈ രാശിമാറ്റം മൂലം ഈ രാശിമാറ്റത്തെ വക്രഗതി എന്ന് പറയും. അതായത് ഒരു ഗ്രഹം, ഞാനിത് വിസ്തരിച്ച് തന്നെയാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ചിലവർക്ക് ഇങ്ങനെ വിസ്തരിച്ച് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടായിക ഉണ്ടാവും. എന്നാലും വിസ്തരിച്ച് പറഞ്ഞാൽ പലർക്കും അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് വിസ്തരിച്ച് കാര്യങ്ങൾ പറയുന്നത്. അതായത് 2026 ജൂൺ 2 വേഴം വീണ്ടും രാശി മാറുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നേരത്തെ ഈ വേഴഗ്രഹം 2025 ഒക്ടോബർ 18 മിഥുനൻ രാശിയിൽ നിന്നിരുന്ന വേഴമാണ്. അത് ആ സമയം ഞാൻ ഈ പറഞ്ഞ ഡേറ്റിന് മിഥുനൻ രാശിയിൽ നിന്ന് വേഴം കർക്കിടകൻ രാശിയിലേക്ക് മാറി. അധികം താമസിയാതെ തന്നെ വേഴം വീണ്ടും മിഥുനൻ രാശിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് പോയ വേഴം വീണ്ടും തിരിച്ച് മിഥുനൻ രാശിയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു വേഴം ഒരു ഗ്രഹം ഒരു രാശിയിൽ നിന്നിട്ട് മുന്നോട്ടുള്ള മറ്റൊരു രാശിയിലേക്ക് പോയിട്ട് അധികം താമസിയാതെ തന്നെ തിരിച്ച് പഴയ രാശിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത്. അപ്പൊ വേഴം ഇപ്പൊ വക്രഗതിയിലാണ്. അപ്പൊ വക്രഗതിയിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ഫലദാനശേഷി കൂടും എന്നാണ് ജ്യോതിഷ ശാസ്ത്രം പറയുന്നത്. ജ്യോതിഷ ആചാര്യന്മാർ പറയുന്നത് അങ്ങനെയാണ്. ഒരു ഗ്രഹം രാശി മാറി വീണ്ടും പഴയ രാശിയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതിന് വക്രഗതി എന്ന് പറയും. അപ്പൊ വേഴത്തിന് ഇപ്പൊ വക്രഗതിയാണ്. അപ്പൊ വേഴത്തിന് വക്രഗതിയായപ്പോ വേഴത്തിന് ഫലദാനശേഷി കൂടും. അപ്പൊ ഫലദാനശേഷി കൂടുന്നതിന്റെ പേരിൽ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് വേഴത്തിന്റെ ഈ ഫലദാനശേഷി കൂടുതൽ കിട്ടുന്നത് എന്ന് നോക്കാം. മകീരം, തിരുവാതിര, പുണർദം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. മൂലം, പൂരാടം, ഉത്രാടം, ഉത്രം, അത്തം, ചിത്തിര. ഈ നക്ഷത്രങ്ങൾക്കാണ് കൂടുതൽ ഫലാനുഭവങ്ങൾ ഉണ്ടാവുന്നത്. എന്നാൽ ഈ പറയുന്ന എല്ലാ നക്ഷത്രക്കാരെയും വീഡിയോ ഒന്നിച്ചു പറയാൻ നിവൃത്തിയില്ലാത്തതിന്റെ പേരിൽ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാലി ഈ നക്ഷത്രത്തിന്റെ കാര്യമാണ്. ഇതിനു മുമ്പുള്ള നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി വരുന്ന നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. അപ്പൊ മൂലം, പൂരാടം, ഉത്രാടം, കാലി ഈ നക്ഷത്രങ്ങളുടെ കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ സവിസ്തരം പറയുന്നത്. അപ്പൊ ഈ നക്ഷത്രക്കാരുടെ 7ലാണ് വേഴം വരുന്നത്. 7 എന്ന് പറഞ്ഞ കേന്ദ്രഭാവമാണ്.
അപ്പൊ കേന്ദ്രഭാവത്തിലേക്കാണ് വേടം നിൽക്കുന്നത്. 1, 4, 7, 10 ഇത് കേന്ദ്രഭാവമാണ്. അപ്പൊ കേന്ദ്രഭാവം എന്ന് പറഞ്ഞാൽ അത് വിഷ്ണുഭാവമാണ്. അപ്പൊ വിഷ്ണുഭാവത്തിലാണ് വേടം ഇപ്പം നിൽക്കുന്നത്. വിഷ്ണു ഭഗവാന്റെ ഗ്രഹമാണ് വേടം. അപ്പൊ വേടം വിഷ്ണു ഭഗവാന്റെ ഗ്രഹം മാത്രമല്ല, വേടം ആരാണ്? സന്താനകാരകനാണ്, ഐശ്വര്യകാരകനാണ്, ധനകാരകനാണ്, ആത്മീയകാരകനാണ്. അപ്പോ വേടം സർവേശ്വരകാരകനാണ്. അതുകൊണ്ടാണ് വേടത്തെ സർവേശ്വരകാരകൻ എന്ന് പറയുന്നത്. അപ്പോൾ വേടം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കുമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഇവരുടെ 7 ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാരുടെ ആരൊക്കെയാണ്? മൂലം, പൂരാടം, ഉത്രാടം, കാലി. ഈ നക്ഷത്രക്കാരുടെ 7 എന്ന 7ാം ഭാവം. 7ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിവാഹത്തിന്റെ ഭാവം കൂടിയാണ്, ദാമ്പത്യത്തിന്റെ ഭാവം കൂടിയാണ് 7ാം ഭാവം. ഇതിന്റെ പ്രമാണം എന്താണെന്ന് ഞാനിതൂടെ പറയാം. ഇത് വെറുതെ പറയുന്നതല്ല, ജ്യോതിഷ ശാസ്ത്ര വിധിപ്രകാരമുള്ള പ്രമാണമാണ് ഞാനിപ്പോൾ ഇവിടെ അതിനെപ്പറ്റി പറയുന്നത്. അതിന്റെ പ്രമാണം ഇതാണ്: വിവാഹമദനാലോക ഭാര്യ ഭർത്തൃ സമാഗമ ശയ്യ സ്ത്രീ സന്മ നഷ്ടാർത്ഥ മൈഥുന്യാഭി സപ്തമാത്. ഇതാണ്. അതായത് വിവാഹമദനാലോക ഭാര്യ ഭർത്തൃ സമാഗമ ശയ്യാസ്ത്രീ സന്മ നഷ്ടാർത്ഥ മൈഥുന്യാഭി സപ്തമാണ്. ഇതാണ് 7ാം ഭാവത്തിന്റെ ജ്യോതിഷ സംബന്ധമായ പ്രമാണം. ഈ പ്രമാണപ്രകാരം 7ാം ഭാവത്തിൽ നിൽക്കുന്ന വേഴഗ്രഹം ഈ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഭാഗ്യാനുഭവങ്ങൾ തരുമെന്ന് നമുക്ക് നോക്കാം. അതിക്ക് മുമ്പ് ഒരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഈ വേഴത്തെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, അത് വിശദമായിട്ട് ഓടിച്ചു പറയുകയാണ്. അതായത് 2025 ഒക്ടോബർ 18-ാം തീയതി കർക്കടകൻ രാശിയിലേക്ക്, മിഥുനൻ രാശിയിൽ നിന്ന് കർക്കടകൻ രാശിയിലേക്ക് മാറിയിരുന്ന ഗ്രഹം അധികം താമസിയാതെ വീണ്ടും മിഥുനൻ രാശിയിലേക്കാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. എപ്പോൾ? ഈ 2025 ഡിസംബർ 5-ാം തീയതിയാണ് വേഴം തിരിച്ചു വന്നത്. അപ്പൊ ഈ വക്രഗതിയിലായി ഇരിക്കുന്ന വേഴം, ഈ സർവേശ്വരകാരകനായ ഗ്രഹം, ധനകാരകനായ ഗ്രഹം, ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ തരുന്ന ഒരു സമയമായിരിക്കും. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തീരുന്ന ഒരു സമയമാണ്. ഇത് അധിക സമയമില്ല, 6 മാസമുള്ളൂ. 2026 ജൂൺ 2-ന് വേഴം വീണ്ടും ഈ മിഥുനൻ രാശിയിൽ നിന്ന് കർക്കടകൻ രാശിയിലേക്ക് മാറും. അപ്പൊ ഈ 6 മാസത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഈ ഗജകേസരി യോഗമാണിത്. ഗജകേസരി യോഗം എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രകേന്ദ്രത്തിൽ വേഴം നിന്നാൽ അതിനെ ഗജകേസരി യോഗം എന്ന് പറയും. ഗജം എന്ന് പറഞ്ഞാൽ സിംഹം, ഗജം എന്ന് പറഞ്ഞാൽ ആന, കേസരി എന്ന് പറഞ്ഞ സിംഹം. അപ്പൊ ഗജകേസരി. അപ്പൊ ഈ ആനയുടെയും സിംഹത്തിന്റെയും രണ്ടുപേരുടെയും കരുത്ത് ഒന്നിച്ചു ചേരുന്ന ഒരു സമയം, അതാണ് ഗജകേസരി യോഗം. അപ്പൊ ഗജകേസരി യോഗത്താൽ ഇവർക്ക്, ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ഭാഗ്യാനുഭവങ്ങൾ ഈ നിസ്സാര സമയം, അതായത് ഒരു 6 മാസം കിട്ടാവുന്ന ഗുണപരമായ ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ധനപരമായ ഉയർച്ച, വേഴം ധനകാരകനാണല്ലോ, ധനകാരകനായ വേഴമുള്ള കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ധനപരമായ ഉയർച്ച ഇവർക്കുണ്ടാവും. ധനപരമായ ഉയർച്ച, ആത്മീയ കാര്യങ്ങളിൽ ഇവർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. തീർത്ഥാടനത്തിന് പോണോ അതിന് സമയം, ഈ സമയം നല്ലതാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കണോ അതിന് പറ്റിയ സമയമാണ്. പുണ്യ ക്ഷേത്രങ്ങളും അതുപോലെ തീർത്ഥയാത്ര സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഇവർ ശത്രുദോഷത്തിൽ നിന്നും മുക്തി കിട്ടുന്ന സമയം കൂടിയാണ് ഇവർക്ക്. ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം ഇവർക്ക് അതിൽ നിന്നും, ശത്രുദോഷത്തിൽ നിന്നും മുക്തി കിട്ടാവുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും
സന്തോഷവും കിട്ടുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ സമയം. രോഗങ്ങളുള്ളവർക്ക് രോഗശമനം കിട്ടുന്നതാണ് ഈ സമയം. രോഗത്താൽ വലയുന്ന അല്ലെങ്കിൽ രോഗത്താൽ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കും ഈ സമയം വളരെയധികം രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയുന്ന ഒരു സമയമാണ്. ഗുരുക്കന്മാരെയും ഗുരുകാരണവന്മാരെയൊക്കെ ആദരിക്കാനും അവരെ വന്ദിക്കാനും അവരെ സന്ദർശിക്കാനും അവരോട് പോയി ഒത്തുചേരാനും ഒക്കെയുള്ള സമയവും ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. പിന്നെ അതുകൂടാതെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് പറ്റിയ സമയമാണ്. കാരണം 7-ലാണ് ഈ നക്ഷത്രക്കാരുടെ 7-ലാണ് വേടം നിൽക്കുന്നത്. 7ന്റെ പ്രമാണം ഞാനിവിടെ പറഞ്ഞല്ലോ. അപ്പൊ 7 എന്ന് പറഞ്ഞാൽ വിവാഹ സംബന്ധമായ ഭാവം കൂടിയാണ്. ആ 7-ാം ഭാവത്തിൽ നമ്മൾ ഒരു വിവാഹ കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ജാതകം പരിശോധിക്കുമ്പോൾ വിവാഹ സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോൾ അതിന്റെ 7-ാം ഭാവത്തെ പറ്റിയാണ് കൂടുതൽ ചിന്തിക്കുന്നത്. അപ്പൊ 7-ാം ഭാവത്തിന്റെ കാരകൻ ആരാണ്? ശുക്രനാണ്. ശുക്രഗ്രഹമാണ് 7-ാം ഭാവത്തിന്റെ കാരകം. അപ്പോ ഇവിടെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന വേടം സന്താനകാരകൻ കൂടിയാണ്. സന്താനകാരകനും അതുപോലെ സർവേശ്വരകാരകൻ കൂടിയാണ്. അപ്പോൾ 7-ാം ഭാവം വിവാഹത്തിന്റെ ഭാവമാണ്. അപ്പൊ വിവാഹത്തിന്റെ ഭാവത്തിൽ നിൽക്കുന്ന വേടത്തെ കൊണ്ട് ഈശ്വരാനുഗ്രഹത്താൽ വിവാഹ സംബന്ധമായ പല കാര്യങ്ങളും ഈ സമയത്ത് ചിലർക്ക് നടക്കാവുന്ന സമയമാണ്. അതുകൂടാതെ ഈ നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം, അതായത് ഞാൻ പറഞ്ഞല്ലോ വിവാഹമദനാലോക ഭാര്യ-ഭർത്തൃ സമാഗമ ശയ്യാസ്ത്രീ സന്മ നഷ്ടാർത്ഥ മൈഥുന്യ സപ്തമാതെന്നാണ് അതിന്റെ പ്രമാണം. അപ്പോൾ ദാമ്പത്യ കാര്യങ്ങളിൽ സ്ത്രീ പുരുഷന്മാര് തമ്മിൽ ഒത്തുചേരുന്നതിന് ദാമ്പത്യ കാര്യങ്ങളിൽ എല്ലാം നല്ല അനുഭവങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. വേഴത്തിന്റെ ഈ രാശിമാറ്റം മൂലം ഞാൻ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഈ ജൂൺ 2 വരെയും ഉണ്ടാകുന്നത്. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റ് നക്ഷത്രക്കാരുടെ കാര്യം അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.